പോളിംഗ് ബൂത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ ഒരു ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ മോക്ക് പോളിംഗിന് വന്നവരല്ല എന്ന് മനസ്സിലാക്കുന്നു. അത് ഏത് ബൂത്താണെന്ന് നമുക്കൊന്ന് തിരിച്ചറിയണം. ഇപ്പോൾ പല ബൂത്തുകളിലും പോളിംഗ് ചെയ്യാൻ വേണ്ടി, വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ടർമാരുടെ നിര പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, അല്ലമീൻ നിൽക്കുന്ന ചേലക്കരയിൽ ഇപ്പോൾ വലിയ ക്യൂ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. രാവിലെ പണിയെടുക്കാൻ പോകുന്ന ആൾക്കാർ വോട്ടിട്ടതിനു ശേഷം പണിയെടുക്കാൻ പോകുന്നവരാണ്. സ്ത്രീകളടക്കം രാവിലെ എത്തി 6:20 വന്ന ശാന്തേച്ചിയും ലക്ഷ്മിച്ചിയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ അല്ലമീൻ നിൽക്കുന്ന ബൂത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. അല്ലമീൻ, കൺഗ്രാറ്റുലേഷൻസ്, ഏറ്റവും കൂടുതൽ വോട്ടർമാരെ ബൂത്തിലെത്തിച്ചല്ലോ അല്ലമീൻ. എത്ര പേരുണ്ട് പോളിംഗിൽ വരാനായി ഈ വരാന്തയിൽ? അരുൺ, ആ അഭിനന്ദനത്തിന്റെ ഉടമ ഞാനല്ല. കാരണം അത്രമേൽ വലിയ മത്സരം നടക്കുന്നതുകൊണ്ട് മുന്നണികളൊക്കെ വലിയ പണിപ്പെട്ടു വോട്ടർമാരെയൊക്കെ ബൂത്തുകളിൽ എത്തിക്കുന്നത്. അതിന്റെ പ്രതിഫലനമാണ് ഈ ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂർ സ്കൂളിലുള്ള കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിൽ 25-ാം നമ്പർ ബൂത്തിൽ പ്രകടമാകുന്നത്. നിരവധി ആളുകൾ രാവിലെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇടതു സ്ഥാനാർത്ഥി UR പ്രദീപ് വോട്ട് രേഖപ്പെടുത്തുന്ന ബൂത്ത് കൂടിയാണ്, അദ്ദേഹത്തിന്റെ ബൂത്ത് കൂടിയാണ്. ഇവിടെ ചേട്ടാ, വോട്ടെടുപ്പിന് ഇനിയും അരമണിക്കൂർ സമയമുണ്ട്. രാവിലെ വന്ന് നിൽക്കാം. സ്ഥിരം ഇങ്ങനെ എത്താറുണ്ടോ ചേട്ടാ? ഈ ചേട്ടനായിരുന്നു ആദ്യം മുമ്പ് നിന്നപ്പോൾ നിങ്ങൾ മുന്നിൽ കയറിയോ? ജോലിക്ക് പോകാനുള്ളത് അരുൺകുമാർ, അതാണ് ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് നേരത്തെ വന്നു. നമ്മൾ രാവിലെ കാണുമ്പോൾ ഈ വരിയിൽ ആദ്യം ഇടം പിടിച്ചത് ചേട്ടനായിരുന്നു. ഇപ്പോൾ നോക്കും മറ്റൊരു ചേട്ടൻ നിൽക്കുന്നു. ഒരു പരസ്പര സമൂഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ജോലിക്ക് ആദ്യം വോട്ട് രേഖപ്പെടുത്തി ജോലിക്ക് പോകാനുള്ളതുകൊണ്ടാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു മത്സരത്തിന്റെ പ്രതീതിയൊക്കെ? ശക്തമായ മത്സരമായിരിക്കുമോ? ശക്തമായ മത്സരം. ശരി. അല്ല, ഞങ്ങൾ ഒരുവിധം നേരത്തെ വന്നിട്ട് ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ വലിയ തിരക്ക് വരുമ്പോഴത്തേനും നേരത്തെ വരാറുണ്ട്. നിരവധി ആളുകൾ അരുൺകുമാർ ഇപ്പോൾ തന്നെ കാണാം. പുരുഷന്മാരുടെ ഈ ക്യൂവിന്റെ ഭാഗത്താണ് നിരവധി ഉള്ളത്. ഒരു വനിതയുമുണ്ട്, ഒരു സ്ത്രീ ചേച്ചിയും എത്തിയിട്ടുണ്ട്. അവരുടെ ഒരു പ്രതികരണത്തിൽ കൂടി നമുക്ക് പോകാം. പക്ഷേ ആ വനിതകളുടെ ക്യൂവിൽ വലിയ തിരക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചേച്ചി ഒന്ന് മാറി നിൽക്കുകയാണ്. ചേച്ചി നേരത്തെ ഇവിടെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ആദ്യം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയാണോ? സാധാരണ രാവിലെ വോട്ട് ചെയ്ത് പോകാറുണ്ട്. സാധാരണ എങ്ങനെയാണ്? എത്ര മണിയോട് കൂടി ആളുകൾ ഒരുപാട് പേര് എത്താറുണ്ട്? എനിക്കറിയില്ല പറയാൻ. ജോലിക്ക് എങ്ങനെ പോകാനുണ്ടോ? അതുകൊണ്ടാണ് ഞാനൊന്ന് ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, അത് കാരണം അത്തരത്തിൽ അരുൺകുമാർ കാരണം ഈ സാധാരണ കൂലിപ്പണിയെടുത്തും അതേപോലെ ചെറിയ സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാണ് ചേലക്കരയിലുള്ളത്. കർഷകരാണ് കൂടുതലെങ്കിലും. അപ്പോൾ ആ മനുഷ്യരിൽ രാവിലെ വോട്ടിട്ടതിനു ശേഷം മാത്രം പണിയെടുക്കാൻ പോകാമെന്ന് പറയുന്നവർ, ആശുപത്രിയിൽ പോവേണ്ട ആളുകൾ പോലും വോട്ടിട്ടിട്ട് ആശുപത്രിയിൽ പോകാം എന്ന നിലപാടുമായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ആശാവഹമായ കാര്യമാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ വസന്തോത്സവം എന്നൊക്കെ പറയുമ്പോൾ വോട്ടർമാരുടെ ഈ രാഷ്ട്രീയ പ്രതിബദ്ധതയെ നമ്മൾ അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും വേണം. അല്ലമീൻ, എന്തായാലും വലിയ തിരക്ക് അല്ലമീൻ നിൽക്കുന്ന ബൂത്തിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അരുൺകുമാർ. കാരണം ഒന്ന് സ്ഥാനാർത്ഥിയുടെ ബൂത്ത് കൂടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അവിടെ വോട്ടുകൾ കൂടുതൽ പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ അവരുടെ ഇടപെടലുണ്ടാകും. എന്ന് മാത്രമല്ല അരുൺകുമാർ, 2026 നടക്കാൻ പോകുന്ന വലിയ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ വയനാടും പാലക്കാടും നമുക്ക് മാറ്റി നിർത്തിയാൽ രണ്ട് മുന്നണികളും ആ ലിറ്റ്മസ് ടെസ്റ്റിന്റെ പ്രധാന ഘടകമായി കാണുന്നത് ചേലക്കരയാണ്. കാരണം ചേലക്കരയിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയുടെയും വിചാരം, അത് പ്രതിപക്ഷ നേതാവിന്റെയും വിചാരം, അത് മുന്നണി നേതാക്കളൊക്കെയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് അത്രമേൽ വലിയ പരിശ്രമം അവർ നടത്തിയിട്ടുണ്ട്. അത് ഫലം കാണുന്നു എന്നുള്ളത് നമുക്ക് ആദ്യ മണിക്കൂറിൽ വയനാട്ടിലേക്ക് ഒന്നുകൂടി പോയിട്ട് വരാം. 77.47% കഴിഞ്ഞ തവണ ചേലക്കരയിലെ പോളിംഗ് പെർസെന്റേജ്. അതെന്തായാലും 75% കടക്കുമെന്ന് തോന്നുന്നു. അല്ലമീൻ, ഒരു വലിയ പോളിംഗ് നിര അല്ലമീൻ നിൽക്കുന്ന ബൂത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സമാധാനമായ ഒരു പോളിംഗ് ഡേ. നോക്കൂ, വീണ്ടും ആ ക്യൂ നീളുകയാണ്. ചേലക്കരയിലെ വിവിധ ബൂത്തുകളിലേക്ക് ആളുകൾ രാവിലെ തന്നെ എത്തിത്തുടങ്ങുന്നു. ഓരോരുത്തരായി എത്തി ക്യൂവിൽ വരി നിൽക്കുന്നു, അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നു. രാവിലെ 7:30 പോളിംഗ് ചെയ്ത് അതാത് പണിസ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്.